ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് അബുദാബിയിലുള്ള ലൂവർ മ്യൂസിയത്തിലേക്കാണ്. ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് വലിയൊരാൾക്ക് 60 ദിറമാണ്. ഈ ഒരു മെയിൻ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി പാസും എടുക്കാൻ വേണ്ടി പറ്റും. അത് അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള ആർക്കും ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. ഈ മെയിൻ 60 ദിറത്തിൻ്റെ ടിക്കറ്റ് തന്നെ നമ്മളിപ്പോൾ UAEയിലുള്ള ടീച്ചേഴ്സ് ആണെങ്കിലോ മിലിറ്ററി സർവീസിലുള്ള ആൾക്കാരാണെങ്കിലോ അതിൻ്റെതായ പ്രൂഫ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ 30 ദിറം മാത്രമേ വരുന്നുള്ളൂ എൻട്രി ഫീ. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ടൈമിംഗ് വരുന്നത് വീക്ക് ഡേയ്സ്, അതായത് മൺഡേ ടു തേഴ്സ്ഡേ 10 AM to 6:30 PM വരെയും, പിന്നെ വീക്കെൻഡ്സ് അതായത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 10 AM to 8:30 PM വരെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ എൻട്രി ഫീ ആയ 60 ദിറം കൊടുത്തിട്ട് പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി ഒരു മാർഗമുണ്ട്. അടുത്ത നാഷണൽ ഡേ വരെ വെയിറ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ UAE നാഷണൽ ഡേക്കും ഈ വർഷത്തെ നാഷണൽ ഡേക്കും ഇവർ ഫ്രീ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ നാഷണൽ ഡേക്ക് ഇവർ ഫ്രീ എൻട്രി കൊടുത്തപ്പോൾ വന്നവരാണ് നമ്മൾ. നാഷണൽ ഡേ മൺഡേ ആണ് വന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മ്യൂസിയം മൺഡേസ് ക്ലോസ്ഡ് ആണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും. പിന്നെ നാഷണൽ ഡേക്ക് ഫ്രീ എൻട്രി ഉള്ളതുകൊണ്ട് മാത്രം ഇവർ ഓപ്പൺ ചെയ്ത് വെച്ചതായിരുന്നു. ഷാർജയിൽ നിന്നും അബുദാബിയിലേക്ക് ഏകദേശം 2 hours ജേർണി ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത്. മാത്രമല്ല നാഷണൽ ഡേൻ്റെ ട്രാഫിക്കും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ 2 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 5-5:30 ആവാറായി നമ്മൾ ഈ സ്ഥലത്ത് എത്താൻ. ഈ മ്യൂസിയം ആണെങ്കിലോ 6:30 വരെയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് നോക്കണം, ഗാലറി സൈഡൊക്കെ 6-6:15 ആകുമ്പോൾ ക്ലോസ് ചെയ്യും, അതുകൊണ്ട് സ്പീഡപ്പ് ആക്കിയിട്ട് കണ്ടുപോകുന്നു. ആ കാരണം കൊണ്ട് തന്നെ ഓടിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായത്. ആ ഓട്ടത്തിൻ്റെ നടുവിൽ ക്യാപ്ചർ ചെയ്ത കുറച്ച് വീഡിയോസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയാനായിട്ട് ഈ കാണുന്നത് പോലെ തന്നെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. അടിപൊളി സ്റ്റാച്യൂസാണ്. പക്ഷേ നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് റഷ് ഉണ്ടായിരുന്നു. ഫ്രീ എൻട്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു സൂചി കുത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു. അത്രയും തിരക്കായിരുന്നു ഓരോരോ സ്ഥലത്ത് കാണാൻ വേണ്ടിയിട്ടും. ഈ മ്യൂസിയത്തിനകത്ത് കയറിയാൽ തന്നെ ഫസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ളത് ആർട്ട് ഗാലറിയാണ്. അപ്പോൾ പേര് പോലെ തന്നെ അതിൽ ഫുൾ ഇങ്ങനത്തെ സ്റ്റാച്യൂസും പെയിൻറ്റിങ്സും ഒക്കെ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു മ്യൂസിയത്തിനകത്ത് കയറുമ്പോൾ വേറെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ പുറത്ത് നിന്ന് വെള്ളമോ ഫുഡോ ഒന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സമ്മതിക്കുന്നതല്ല. 2 മെയിൻ ചെക്കിംഗ് ഉണ്ട്. ഒരു സ്ഥലത്ത് നമ്മുടെ എയർപോർട്ടിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ ബാഗേജ് ചെക്കിംഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടും വേറെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് പോലെ ഉള്ളിൽ അവർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെ കയ്യിൽ ചെറിയ കുട്ടിയോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഒരു ബോട്ടിൽ ഉള്ളിൽ കൊണ്ടുപോകാൻ വേണ്ടി സമ്മതിക്കുള്ളൂ. ഇൻ കേസ് നമ്മൾ ബാഗിൽ അങ്ങനെ കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവരിവിടെ തന്നെ ഒരു ബാഗേജ് റൂം പോലെയുണ്ട്. അവിടെ നമുക്ക് കൊടുത്താൽ ടോക്കൺ തരും. അങ്ങനെയും നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ആർട്ട് ഗാലറി കഴിഞ്ഞ് നമ്മൾ വേറെ മെയിൻ സെക്ഷനായ ഡോമിലേക്ക് എത്തി. ഈ ഡോം എന്ന് പറയുന്നത് ഇതുപോലത്തെയാണ്. അതായത് ലൂവർ മ്യൂസിയം എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ ഒരു മോഡലാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അതായത് ഫുൾ ആ ഡോം സ്ട്രക്ചറാണ്. അത് നല്ല അടിപൊളി ലുക്കാണ്. അതായത് രാത്രി ആയതുകൊണ്ട് വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല കാണാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഞാൻ ഫോട്ടോയിൽ കണ്ടെടുത്തോളം രാവിലെയാണ് ഈ ഒരു സ്ഥലത്തിന് നല്ല ലുക്ക് ഉണ്ടാവുക. ഈ ഡോമിനകത്ത് തന്നെ കഴിക്കാനും കുടിക്കാനും എല്ലാം വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഷോപ്സ് പോലെയെല്ലാം ഉണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മെയിനായിട്ടുണ്ടായ ഈ ഒരു ഏരിയ ആണ്. അതായത് സ്പോട്ട് ലൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ടാകും. അവിടെ നിന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര റഷ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ടാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഈ ഒരു അടിപൊളി സെക്ഷനാണ് ഉണ്ടായത്. അവിടെ ഈ കാണുന്നത് പോലെ തന്നെ ഡ്രാഗൺ ബോട്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഇതില്ലായിരുന്നു. 9 AM to 4 PM വരെയാണ് ഈ ഡ്രാഗൺ ബോട്ട്സ് വരുന്നത്. ഇതിൻ്റെ ചാർജ് വരുന്നത് ഒരാൾക്ക് 40 ദിറമാണ്. നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ട് പോകുന്നതാണെങ്കിൽ ഒരാൾക്ക് 30 ദിറം മാത്രമേ ചാർജ് ചെയ്യുള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് റിവ്യൂ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി ഓക്കെയാണ്. അല്ലാതെ 60 ദിറം കൊടുത്ത് പോകാനും മാത്രമൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു മ്യൂസിയം ഓൾറെഡി വിസിറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ത്രൂ അറിയിക്കണേ.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. വീണ്ടും അടുത്തൊരാഴ്ച പുതിയൊരു സ്ഥലവുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.